പ്രകൃതി എപ്പോഴും മൈൻഡ്ഫുള്ളാണ്. പ്രകൃതി ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. മഴ വന്നാലും വെയിൽ വന്നാലും തണുപ്പ് വന്നാലും അത് അതിൻ്റെ ആ ഒരു അസ്തിത്വം വിട്ട് കളിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചുണ്ടയിലെ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ടീ പാർക്കിൻ്റെ ഈ ഏകാന്ത തീരത്തിരുന്നു കൊണ്ട് കുറച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി തോന്നുകയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മളിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ നിമിഷത്തിൽ നമുക്കെല്ലാം സ്വസ്ഥതയാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മളിലൊരു പുറത്ത് നിന്ന് കാണുന്നൊരു ഗെയിം പോലെ അരങ്ങേറുമെന്നല്ലാതെ ഈ നിമിഷത്തിൽ നമുക്കെപ്പോഴും സ്വസ്ഥതയാണ്. അപ്പോൾ എന്താ ചെയ്യണം? നമ്മൾ ഈ നിമിഷത്തിലെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്തിങ് പ്രാക്ടീസാണ്. ഈ നിമിഷത്തിലെ ബ്രീത്തിങ്. നമ്മളിപ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ശ്വാസം എടുക്കുമ്പം ഇപ്പം നമ്മൾ ഇവിടുന്ന് കഴിയുന്ന ഈ ഫ്രഷ് എയർ, ഈ തണുത്ത ഫ്രഷ് എയർ എൻ്റെ മൂക്കിലേക്ക് സ്പർശിക്കുന്നതൊന്ന് ഫീൽ ചെയ്യുക. എന്നിട്ട് ആ മൂക്കിലൂടെ കടന്നു പോകുന്ന വഴികളിലൂടെ നോക്കുക. അത് എൻ്റെ ശ്വാസനാളത്തിലോട്ടിട്ട് ശ്വാസകോശത്തെ വികസിച്ച് എന്നിട്ട് അതിങ്ങനെ ശ്വാസം പുറത്തോട്ട് പോകുന്നത്, ആ തണുത്തിൻ്റെ ഫീലിംഗ്, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയാം. ചൂടത്താണെങ്കിൽ ചൂടത്ത് അത് അനുഭവിച്ചറിയാം. മൈൻഡ്ഫുൾ ബ്രീത്തിങ് പോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഭവമാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. നിങ്ങൾ ശ്വാസത്തിലേക്ക് ചലിച്ചിട്ട് നിങ്ങളുടെ ഇപ്പം നടക്കുന്ന ഓരോ കാര്യത്തിലേക്ക്, നിങ്ങൾ ഓരോ 5 സെൻസ് ഓർഗൻസും ഓരോ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വാടിയ പൂക്കളുണ്ട്, ഇവിടെ പച്ച ഇലകളുണ്ട്, ഇവിടെ മലകളുണ്ട്, ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ എല്ലാം നമ്മൾ കണ്ട് ഇങ്ങനെ 5 കാണാൻ പറ്റുന്നത്, 4 നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്നുള്ള ഒരു മനോഹരമായ ഗാനം കേൾക്കാം. ഇവിടെ തൊട്ടടുത്ത് നിന്ന് ഒരു പള്ളിയിൽ നിന്നുള്ള ഒരു പാട്ടും കേൾക്കാം. പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ഈ കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മണത്തറിയാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ. ഈ കാറ്റിൻ്റെ മണം അറിയുന്നുണ്ട്. ഞാനൊന്ന് ഇതിൻ്റെ സ്മെല്ല് അനുഭവിച്ചറിയുന്നുണ്ട്. എന്തൊക്കെയോ സ്മെല്ലുകൾ നമുക്കറിയാം. സ്പർശിച്ചറിയാൻ പറ്റുന്നത് ഇതിൻ്റെ ഇതറിയാം, ഈ ഇലയുടെ അറിയാം, എൻ്റെ ശരീരത്തെ സ്പർശിച്ചറിയാം. ഇനി രുചിച്ചറിയാൻ പറ്റുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് കഴിച്ച ആ ഒരു പൊക്കവടൻ്റെ രുചി അറിയുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് ബോഡി സ്കാൻ എന്നറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ ഒന്ന് മെൻ്റലി സ്കാൻ ചെയ്ത് നോക്കുക. നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ തലൻ്റെ മുകളിൽ ഇപ്പോൾ മുടിയിലുണ്ടാവുന്ന കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾ, നെറ്റിയിൽ, അതിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാകുന്ന അരങ്ങുന്ന പ്രശ്നങ്ങൾ, മൂക്കിലോട്ട്, നമ്മുടെ തൊണ്ടയിലേക്ക്, നമ്മുടെ വായൻ്റെ ഓരോ ഭാഗത്ത്, നമ്മുടെ കൈയിലേക്ക്, കൈപാദത്തിലേക്ക്, കാലിലേക്ക്, കാൽത്തുടയിലേക്ക്, കാൽപാദത്തിലേക്ക് ഒക്കെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയിട്ട് അവിടെ നടക്കുന്ന ഓരോരോ സംഭവത്തിലേക്ക് പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിൽ നമ്മെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നതാണ് മൈൻഡ്ഫുൾ ബോഡി സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ കഴിക്കുന്നതിൻ്റെ പ്രോസസ്സിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ആ പറഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ആ ഭക്ഷണം ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിയതായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു പഴം കഴിക്കുകയാണെങ്കിൽ ആ പഴം ഒരു ഫേമിൽ ഉണ്ടായതായിരിക്കും, അല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ ഉണ്ടായതായിരിക്കും. അതൊരു വണ്ടി വഴി കൊണ്ടുവന്നതായിരിക്കും. എന്നിട്ട് ആ പഴം കുറേ പേർ ഇങ്ങനെ നോക്കി നിൽക്കുക, അതിൻ്റെ കളറ്, അതിൻ്റെ മണം ഒക്കെ അറിഞ്ഞതിന് ശേഷം പതിയെ നാവിലോട്ട് വെച്ചിട്ട് അതിൻ്റെ രുചി, അത് തൊടുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അതങ്ങനെ പതിയെ ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും കുറയും, നമുക്ക് ഒരു മെഡിറ്റേഷനായിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ്ഫുൾനെസ് വാക്കിംഗ് ആണ്. ഈ ചെരുപ്പ് നമുക്കിവിടെ ചെരുപ്പിടാതെ നടക്കുകയാണെങ്കിൽ ഒന്നുകൂടി അനുഭവിച്ചറിയാം കേട്ടോ. ഈ ചെരുപ്പൊക്കെ ഈ നടന്നു വരുമ്പോൾ ഈ ചെരുപ്പ് ഇങ്ങനെ പതിക്കുന്നത്, ഈ നടന്നു വരുമ്പോൾ എൻ്റെ കാലിലൂടെ ഈ കാറ്റ് കൊള്ളുന്നത്, എൻ്റെ സറൗണ്ടിങ്സിൽ നടന്നു വരുമ്പോഴുള്ള ആ കാഴ്ചകൾ, ഇതൊക്കെ എല്ലാം ഇവിടെ മണത്തറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഈ വാക്കിങ്ങിനെ സ്വയം ഒന്ന് ആസ്വദിച്ച് നടന്നു വരിക എന്നുള്ളതാണ് മൈൻഡ്ഫുൾ വാക്കിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ നമ്മളെ സുഹൃത്തുക്കളോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഓലെ കാണുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടോ ആവോ, ഏതായാലും അവരുടെ പരിസരത്തുണ്ടാവും, വണ്ടിയും കാണുന്നില്ല. അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, മൈൻഡ്ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടാൻ വേണ്ടി നോക്കിയതായിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരുടെ ചുണ്ടിൻ്റെ ചലനങ്ങളിലേക്ക്, അവർ സംസാരിക്കുന്ന വിഷയത്തിലേക്കൊക്കെ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കുക എന്നാണ് മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു മൈൻഡ്ഫുൾ ജേർണലിങ് വേണേൽ ചെയ്യാം. നമ്മളൊരു ദിവസം നമുക്ക് നന്ദി പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ആ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പം നന്ദി പറയുന്ന കാര്യത്തിലേക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മൈൻഡും അതിനനുസരിച്ച് റിലാക്സ്ഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസൊക്കെ നിങ്ങൾ ജീവിതത്തിലൊന്ന് അനുവർത്തിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് രാവിലെയൊക്കെ പ്രത്യേകിച്ച് മോർണിംഗ് ആയിട്ടൊക്കെ ഇതുപോലുള്ള ഒരുപാട് പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത കൊണ്ടുവരാൻ വേറിട്ടും പോകേണ്ടി വരില്ല. ഓക്കെ.